ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടെയാണ്, അതല്ലെങ്കിൽ അത് വേറെ ആരുടെ ആയിരിക്കും. പറന്നുയരാൻ സമയമായി. ഇന്നലകളിലെ ഭാരങ്ങളെല്ലാം താഴെ വെച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങുക. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവള കൈമാറുന്നത്. അതല്ലാത്തവർ വിളക്കാണ്, പക്ഷേ വെളിച്ചം ഉണ്ടാകില്ല. വിജയം എന്നത് യാദൃച്ഛികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് യഥാർത്ഥ വിജയം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്ന് നമുക്ക് വേണ്ടി നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും. നിങ്ങൾക്കൊന്നാമതാവണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കണ്ണ് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങളത് ശരിയായി ചെയ്താൽ ജീവിതം ഒന്നു തന്നെ ധാരാളം. നിരുത്സാഹപ്പെടുത്താനും വിമർശിക്കാനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടാവും. അത് കേട്ട് തളർന്നാൽ ലക്ഷ്യം വെറും സ്വപ്നമായി മാത്രം നിലനിൽക്കും. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നലകൾ വീണ്ടെടുക്കാനാവില്ല, പക്ഷേ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളുടെ മഹത്തായ സ്വപ്നങ്ങളെ വിശ്വസിച്ച് അത് നേടാനായി സ്ഥിരമായി നിങ്ങൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ഉറപ്പായും ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചിരിക്കും. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. നമ്മുടെ വിജയം ഉള്ളത് തന്നെ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. സ്ഥാനങ്ങളല്ല നിങ്ങളെ ഒരു മികച്ച ലീഡറാക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. വിജയികൾ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ മാറ്റങ്ങളെ ഭയപ്പെടാതിരിക്കുക. വ്യക്തമായ ലക്ഷ്യങ്ങളാണ് പലരെയും ആവേശത്തോടെ നിലനിർത്തുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ തല കുനിച്ചിരിക്കാതെ എഴുന്നേറ്റ് ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ശ്രമിച്ചു നോക്ക്. വിജയം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ വിജയിച്ചിട്ടേ വിശ്രമിക്കാവൂ. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെ വേണം മത്സരിക്കാൻ. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ആരെയും ഏൽപ്പിക്കരുത്, അത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ പാപം ഞാൻ കഴിവ് കെട്ടവനാണെന്ന ചിന്തയാണ്. നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും കൂടി വരുന്നതായി കാണാം.